ഹേയ് ഗഡികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവിച്ച്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മന്ദാകിനി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാ തുടങ്ങല്ലേ. മലയാളത്തിൽ ഇപ്പോൾ മെയ്യിൽ 3 സിനിമകളാണ്, 3 ഗുരുവായൂരമ്പല നടയിലടക്കം ഒരു 4 സിനിമകളാണ് ഇപ്പോൾ തിയേറ്ററിൽ കളിക്കുന്നത്. അതിൽ ടർബോൻ്റെയും തലവൻ്റെയൊക്കെ ഒപ്പം ഇറങ്ങിയൊരു സിനിമയാണ്, ഒരു കൊച്ചു സിനിമയാണ് മന്ദാകിനി. അപ്പോൾ ഈ സിനിമയുടെ പറയുന്നത് പോലെ ഈ സിനിമ ഒരു കൊച്ചു സിനിമ തന്നെയാണ്. ജസ്റ്റ് ഒരു 4 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഒറ്റ രാത്രിയുടെ കഥ നടക്കുന്ന ഒരു സിനിമയാണ് മന്ദാകിനി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഫാമിലീനെ കൂട്ടിപ്പോയിട്ട് നിങ്ങൾക്ക് കാണാനൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമേനെ പറ്റി പറയാം. ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. തലവൻ ടർബോക്കെ ഓക്കെയാണ്, ഫാമിലിയായിട്ട് പോകണമെന്ന് അത്ര പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇത് ഒരു നല്ല സിനിമ തന്നെയാണ്. ഇതിൽ വൺ ലൈൻ പറയാനായിട്ട് ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടില്ല ഗൈസ്. നിങ്ങളുടെ അടുത്ത് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാണാനായിരിക്കും സിനിമകളിൽ നിങ്ങൾ ട്രെയിലർ കാണാതിരിക്കാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി. അങ്ങനെ ഒരു ഇത് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ആ സിനിമയുടെ ആസ്വാദനത്തിന് മൊത്തം അത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പരമാവധി ട്രെയിലറൊന്നും കാണാതെ പോവുക. ഞാൻ മന്ദാകിനി ട്രെയിലർ കാണാതെയാണ് പോയത്. എനിക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ഇത് ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അൽത്താഫ് സലീമും പിന്നെ നമ്മുടെ മന്ദാകിനി അല്ലല്ലോ, നമ്മുടെ അമ്പിളി എന്ന് പറയുന്ന ക്യാരക്ടർ, ഇത് നമ്മുടെ അനാർക്കലിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൊടുത്ത റോളിൽ നല്ല കിഡിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അൽത്താഫ് സലീമിൻ്റെ ഹ്യൂമർ നമുക്കറിയാവുന്നതാണ്. ആൾ കിഡിലായിട്ട് കോമഡിയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ തുടക്കം തൊട്ട് കൊടുക്കാൻ വരെ ആളുടെ കോമഡികൾക്കൊന്നും ഒരു പഞ്ഞുമില്ല. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് കോ ആക്ടേഴ്സ്, അതായത് മിക്കതും ഡയറക്ടേഴ്സൊക്കെയാണ്. നമ്മുടെ ഈ ആളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ പേര് മറന്നുപോയി, 2018 ഡയറക്ടർ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ. ആൾ നല്ലൊരു ആക്ടർ തന്നെയാണ്. ആൾ ചെറിയൊരു വേഷത്തിൽ വന്നു പോകുന്നു. അങ്ങനെ കുറച്ച് അധികം ഡയറക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് വലിയ ബഡ്ജറ്റൊന്നും വരാത്തൊരു സിനിമയാണ്. 4 കോടി രൂപയാണ് ഈ സിനിമയുടെ ആകെയുള്ള ബഡ്ജറ്റ്. അതുകൊണ്ട് ചെറിയൊരു ബഡ്ജറ്റിൽ വന്ന് ഈ 2 സിനിമകളുടെ കൂടെ ക്ലാഷ് വെച്ച് ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് മന്ദാകിനി. അതായത് അത്ര നെഗറ്റീവ് പറയാൻ മാത്രമേ ഈ സിനിമയിലുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് ചെറിയൊരു ലാഗുണ്ട്. പിന്നെ 3-4 പാട്ടുകളുണ്ട്. അപ്പോൾ അതിൽ 1-2ഒക്കെ കടിച്ചാൽപ്പെട്ട, ആ ഒരു ഇതിനോട് ഇണങ്ങി ചേരാത്ത രീതിയിലുള്ള പാട്ടുകളായി പോയി മിക്കതും. അപ്പം ഈ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ എന്ന് പറയുന്നത് പാട്ടുകളൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊണ്ടുപോകലാണ്. ബട്ട് ഇതിലങ്ങനെ ഒരു ഫീല് കിട്ടിയില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അൽത്താഫ് സലീം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കോമഡി വർക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അങ്കമാലി ഡയറീസിലൊക്കെ ഉള്ള പുള്ളിയില്ലേ, ഇത്തിരി തടിച്ചിട്ടുള്ള, അതിൻ്റെ തുടക്കത്തിൽ മലമ്പാമ്പിൻ്റെ ഇറച്ചി എന്നൊക്കെ പറയുന്ന ആ ഒരു ഡ്യൂഡിൻ്റെ കോമഡി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. കല്യാണ തലവസ്ഥയായാലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ ആരാണ് ഇയാൾ, ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും, അതായത് ഒരു കല്യാണ വീട്ടിൽ കല്യാണ തലേദിവസം അങ്ങനത്തെ ഒരു ക്യാരക്ടർ മസ്റ്റ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ജാഫർ ഇടുക്കിയുടെ ചെയ്തിരിക്കുന്നത്. ഇന്നലെ തലവെല്ലും ആളുണ്ടായിരുന്നു. 2 സിനിമകളിലുള്ള ആൾ കിഡ്ലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ക്യാരക്ടേഴ്സിനെ അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പറയണം. പിന്നെ നമ്മുടെ സ്വന്തം ഗണപതി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ട്രെയിലറിലുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്കിതൊക്കെ ആ സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ആരാന്ന് പോലും എനിക്കറിയാണ്ടാണ് പോയത്. അപ്പോൾ ഗണപതി എന്ന് പറയുന്നത് ഒരു അടിപൊളി ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലർ ആവതാണ് ഞാനൊന്നും പറയാത്തത്. നിങ്ങൾ മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനില്ല. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ ദിസ് ഈസ് യുവർ ധ്യാൻ ദിവിച്ച്. സ്വന്തം പേര് തന്നെ തിരിച്ചു പറയാണ്, ധ്യാൻ ദിവിച്ച് സൈനിങ് ഓഫ്.